ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ഒളരിയിൽ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഭക്ഷ്യക്കിറ്റ് നൽകി BJP വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. LDFന്റെ പരാതിയെ തുടർന്ന് കിറ്റുകൾ വിതരണം ചെയ്തിരുന്ന സൂപ്പർ മാർക്കറ്റ് പോലീസ് അടപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ 18 അടവും പുറത്തിറക്കിയിരിക്കുകയാണ് മുന്നണികൾ. FCRA ബില്ലുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് വകയില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നും മന്ത്രി. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജയപാലിനെതിരെ LDF രംഗത്ത്. UDF സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിലെ അസത്യ പ്രചരണത്തിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. LDFന്റെ അവകാശവാദം തള്ളി രാജൻ ജയപാലൻ. ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാത്രി ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷയും ദിവ്യബലിയും നടക്കും. ചുവന്നമണ്ണ് അക്വഡക്റ്റിന് മുകളിലെ സാഹസികതയ്ക്കെതിരെ അപകട മുന്നറിയിപ്പുമായി നാട്ടുകാർ. അക്വഡക്റ്റിന് മുകളിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചു. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ഒളരിയിൽ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ഭക്ഷ്യക്കിറ്റ് നൽകി BJP വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. LDFന്റെ പരാതിയെ തുടർന്ന് കിറ്റുകൾ വിതരണം ചെയ്തിരുന്ന കാർത്തിക സൂപ്പർ മാർക്കറ്റ് പോലീസ് അടപ്പിച്ചു. കഴിഞ്ഞ ദിവസം മുതലാണ് സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് കിറ്റ് വിതരണം ആരംഭിച്ചത് എന്നാണ് LDFന്റെ ആരോപണം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട LDF പ്രവർത്തകർ മുൻമന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സൂപ്പർ മാർക്കറ്റിന് മുൻപിൽ പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് വിതരണം ചെയ്യാൻ തയ്യാറാക്കി വെച്ച 50ഓളം കിറ്റുകൾ കണ്ടെടുത്തു. LDFന്റെ പരാതിയെ തുടർന്ന് പോലീസ് സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു. വോട്ടുറപ്പിക്കാനായി BJP കിറ്റും വസ്ത്രങ്ങളും ഉൾപ്പെടെ മണ്ഡലത്തിൽ വ്യാപകമായി വിതരണം ചെയ്യുന്നതായി VS സുനിൽകുമാർ ആരോപിച്ചു. അതേസമയം രാധാകൃഷ്ണൻ എന്നയാളാണ് കിറ്റുകൾ തയ്യാറാക്കാൻ ഏൽപ്പിച്ചത് എന്നാണ് സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ വിശദീകരണം. 75ഓളം കിറ്റുകൾക്കാണ് ഓർഡർ ലഭിച്ചിരുന്നത്. ഇതിൽ 10 കിറ്റുകൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയതായി സൂപ്പർ മാർക്കറ്റ് ഉടമ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ 18 അടവും പുറത്തിറക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ലഭിച്ചതിനാൽ വിശ്രമം എന്തെന്നറിയാത്ത ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. അവധി ദിനങ്ങളുടെ ആലസ്യമൊന്നും അലട്ടാതെ പരമാവധി വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സ്ഥാനാർത്ഥികൾ. ദേശീയ സംസ്ഥാന നേതാക്കളെ രംഗത്തിറക്കി പ്രചരണ രംഗം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നടത്തിയ റോഡ് ഷോയോടെ NDA ക്യാമ്പിന് നവോന്മേഷമായി. UDFന് ആത്മവിശ്വാസം നൽകാൻ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ജില്ലയിലെത്തും. LDF പ്രചരണം നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെത്തി പ്രവർത്തകർക്ക് ആവേശം പകർന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു മടങ്ങി. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സംസ്ഥാന രാഷ്ട്രീയം തന്നെയാണ് പ്രധാന ചർച്ച. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചാണ് UDF പ്രചരണം മുന്നോട്ടു പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും അവരുടെ പ്രധാന പ്രചരണായുധം. പ്രകടന പത്രികയിലെ 5 ഗ്യാരണ്ടികൾ കാർഡാക്കി വിതരണം ചെയ്തും വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാനുള്ള ശ്രമത്തിലാണ് UDF. അതേസമയം ഭരണവിരുദ്ധ വികാരമെന്ന ശൈലി തന്നെ തള്ളിക്കളയുകയാണ് LDF. ജില്ലയുടെ വികസന രംഗം ഇത്രത്തോളം മുന്നേറിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന പ്രചരണത്തിനാണ് ഇടതുമുന്നണി ഊന്നൽ നൽകുന്നത്. ക്ഷേമ പെൻഷൻ വർധനയടക്കമുള്ളവ വോട്ടർമാരിൽ അനുകൂല മനോഭാവം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും LDF കണക്കുകൂട്ടുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കും പരമാവധി പ്രചാരം നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ കേരളത്തിന് ലഭിച്ച ഗുണഫലങ്ങളെക്കുറിച്ചാണ് BJP നേതാക്കൾ വാചാലരാകുന്നത്. കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാൻ NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണമെന്നാണ് പ്രചരണം. സുരേഷ് ഗോപിക്ക് നിയമസഭാ മണ്ഡലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ കണക്കിലും നേതൃത്വം ആത്മവിശ്വാസം കൊള്ളുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഡീൽ ആരോപണത്തിന്റെ അലയൊലികൾ ജില്ലയിലുമെത്തി. ഗുരുവായൂരിലും കുന്നംകുളത്തും കൊടുങ്ങല്ലൂരുമൊക്കെ ഡീലിനെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാണ്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നു എന്നാരോപിച്ച് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണനെതിരെ പരാതി വ്യാപകമാകുന്നതിനും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗം സാക്ഷിയായി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിലെ ചർച്ചകളും തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചൂടുപകരുന്നു. ന്യൂസ് ഡെസ്ക് TCV.
UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് മാള കോട്ടമുറി സെന്റ് ട്രീസ കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി കാർ മാർഗം ആദ്യ സമ്മേളനവേദിയായ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ എത്തിച്ചേരും. തുടർന്ന് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഒല്ലൂർ, പുതുക്കാട്, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. തുടർന്ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. ചേലക്കര, തൃശൂർ, നാട്ടിക, കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ, ഗുരുവായൂർ എന്നീ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. FCRA ബില്ലുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയ്ക്കും വകയില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചേലക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും സഭകൾക്കും ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കാണ് ബില്ല് ഭീഷണിയാവുക. ബില്ല് നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു. ബില്ലുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജയപാലന്റെ സ്ഥാനാർത്ഥി അഭ്യർത്ഥനയിൽ വാസ്തവവിരുദ്ധവും വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിലെ LDF ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ പല വികസന പ്രവർത്തനങ്ങളെയും തന്റെ ഭരണ നേട്ടങ്ങളായി കാണിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമമാണ് UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാളം റോഡ് കുപ്പിക്കഴുത്ത് നീക്കി സഞ്ചാരയോഗ്യമാക്കിയത്, പൂത്തോൾ റെയിൽവേ മേൽപ്പാല നിർമ്മാണം, MG റോഡ് നടുവിലാൽ ജംഗ്ഷനിൽ നിന്നും വീതി കൂട്ടുന്ന പ്രവർത്തനം, ശക്തൻ ബസ് സ്റ്റാൻഡ്, പഴം, പച്ചക്കറി മാർക്കറ്റുകളുടെ നവീകരണം, തൃശൂർ കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ എന്നിങ്ങനെ 5 പ്രധാന കാര്യങ്ങളിൽ അവാസ്തവമായി അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് LDF ആരോപിച്ചു. VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA, KV സുമേഷ്, TR ഹിരൺ, മുൻ മേയർമാരായ അജിത ജയരാജൻ, അജിത വിജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നഗരവികസനത്തിൽ LDFന്റെ അവകാശവാദം തള്ളി തൃശൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ. പട്ടാളം റോഡ്, ദിവാഞ്ചിമൂല മേൽപ്പാലം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ താൻ മേയറായിരുന്ന കാലത്താണ് നടപ്പിലാക്കിയതെന്നും മറിച്ചുള്ള അവകാശവാദങ്ങൾ തെറ്റാണെന്നും രാജൻ പല്ലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2014-15 കാലഘട്ടത്തിൽ 1 വർഷവും 9 മാസവുമാണ് താൻ മേയറായിരുന്നത്. ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായി ജംഗ്ഷൻ വികസനം നടപ്പാക്കാൻ തീരുമാനിച്ചു. കിഴക്കേക്കോട്ട ജംഗ്ഷൻ വികസനം 20 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. നടുവിലാൽ, പൂങ്കുന്നം, പടിഞ്ഞാറേക്കോട്ട, കൂർക്കഞ്ചേരി ജംഗ്ഷനുകളുടെ വികസനം യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കി. ദിവാഞ്ചിമൂല മേൽപ്പാലത്തിനായും പട്ടാളം റോഡ് വികസനത്തിനായും ഡൽഹിയിൽ പോയി ചർച്ച നടത്തി. അന്ന് MP ആയിരുന്ന CN ജയദേവനും സഹായത്തിനുണ്ടായിരുന്നു. ദിവാഞ്ചിമൂല മേൽപ്പാലത്തിനായി 6,33 ലക്ഷം രൂപ റെയിൽവേയിൽ കെട്ടിവെച്ചത് താൻ മേയറായിരുന്ന കാലത്താണ്. പട്ടാളം റോഡ് വികസനത്തിൽ LDFന്റെ പരിശ്രമം ഉണ്ടായിട്ടില്ല. ശക്തൻ പച്ചക്കറി മാർക്കറ്റ്, മത്സ്യമാംസ മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് എന്നിവയെല്ലാം കോൺക്രീറ്റ് ചെയ്തത് തന്റെ കാലത്താണെന്നും രാജൻ പല്ലൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മുൻ മേയർ IP പോൾ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, TV ചന്ദ്രമോഹൻ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പുലർക്കാലേ പാടി കുഴലൂരേ കിലുച്ചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരേ കിലുച്ചിലേ എന്നു കിലുങ്ങും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. കുരിശുമരണത്തിന് ശേഷം യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ ആഘോഷത്തിനായി ദേവാലയങ്ങൾ ഒരുങ്ങി. ഇന്ന് പാതിരാത്രി ദേവാലയങ്ങളിൽ ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ വ്യാകുലമാത ബസിലിക്കയിൽ നടക്കുന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കുന്ന ദിവ്യബലിക്ക് മാർ പോളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നടക്കുന്ന ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയാകും. പ്രത്യാശയുടെ പുതുജാലകങ്ങൾ തുറന്ന് വീണ്ടുമൊരു ഈസ്റ്റർ കൂടി. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭാ വിശ്വാസികൾ ഉയർപ്പ് തിരുനാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ലോകത്തിന്റെ പാപങ്ങളെ ചുമലിലേറ്റി മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കായി സ്വയം സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ ത്യാഗം നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് പകർന്നു നൽകുന്നത്. കുരിശുമരണത്തിന് പിന്നാലെ 3-ാം നാളിലെ ഉയർപ്പ് ഏത് ഇരുട്ടിനു ശേഷവും പ്രകാശമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. മരണത്തിനുമേൽ ജീവൻ വിജയം നേടുമെന്ന് ക്രിസ്തു ലോകത്തിന് കാണിച്ചുകൊടുത്തു. സത്യത്തെ കുരിശുമരത്തിൽ ആണിയടിച്ചു തറയ്ക്കാം, കല്ലറയിൽ സൂക്ഷിക്കാം, പക്ഷേ അതവിടെ നിന്ന് വിജയ കിരീടം ചൂടി പുറത്തു വരുമെന്ന് ഓരോ ഈസ്റ്ററും ബോധ്യപ്പെടുത്തുന്നു. അസത്യത്തിനുമേൽ സത്യത്തിന് ആത്യന്തികമായി ഒരു വിജയമുണ്ടാകുമെന്ന് അടിവരയിടുകയും ചെയ്യുന്നു. ലോകം അശാന്തിയുടെ കരിനിഴലിൽ നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ വെളിച്ചം അകലെയല്ലെന്നും പ്രത്യാശയുടെ ധവളശോഭ എങ്ങും പരക്കുമെന്നും മനസ്സിലുറപ്പിക്കാൻ ഈ ഈസ്റ്ററിന് കഴിയും. ജീവിതത്തിന്റെ കഠിനപാതകളിൽ മനുഷ്യരാശിക്ക് മുഴുവൻ തണൽ നൽകുന്നതായി ഉയർപ്പു തിരുനാളിന്റെ അനുഭവങ്ങൾ മാറുമെന്ന് നമുക്ക് കരുതാം. ഈസ്റ്റർ ആശംസകളോടെ ന്യൂസ് ഡെസ്ക് TCV. വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഈസ്റ്റർ സന്ദേശങ്ങൾ നേർന്നു. ഇന്ന് നാം ജീവിക്കുന്ന ലോകം വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. യുദ്ധങ്ങളുടെയും വംശീയ കലാപങ്ങളുടെയും വാർത്തകളാണ് ദിനംപ്രതി നമ്മെ വേട്ടയാടുന്നത്. മനുഷ്യജീവിതത്തിന് വിലയില്ലാത്ത അവസ്ഥയും നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വിലാപവും ലോകമനസാക്ഷിയെ നടുക്കുന്നുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ലോകത്തിൽ സമാധാനമുണ്ടാകാൻ, ഫ്രാൻസിസ് അസീസി ആഹ്വാനം ചെയ്തതുപോലെ ശാന്തി ഉണ്ടാകാൻ, എല്ലാ മനുഷ്യരും ഐക്യത്തിൽ ജീവിക്കാൻ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ, അങ്ങനെ സാഹോദര്യത്തോടെ മനുഷ്യസ്നേഹം പ്രകടമാകുന്ന മാനുഷികതയും ദൈവികതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈശോ ഈ ഈസ്റ്റർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. യുദ്ധങ്ങളും രാഷ്ട്രീയ കലഹങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ഇന്നത്തെ നേതാക്കളുടെ ഇടയിൽ യേശു വ്യത്യസ്തനാണെന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസ് പറഞ്ഞു. യേശു പറയുന്നു, ഞാനാണ് നല്ല ഇടയൻ. യേശുക്രിസ്തു അതിന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇവിടെ കള്ളന്മാരും കവർച്ചക്കാരും ഒക്കെ ഉണ്ട്, എൻ്റെ പേര് പറഞ്ഞ് പലരും വരും എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അധികാരം പിടിക്കാനായിട്ട് വാഗ്ദാനങ്ങൾ നടത്തുന്നവരെ നമുക്കറിയാം. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നവരെ നമുക്കറിയാം. അതുപോലെ ഭയം വിതറുന്നു. ചില രാഷ്ട്രീയ കാര്യക്കാരെ സത്യം ചിലപ്പോഴും മറച്ചു വെക്കുന്നതായിട്ട് അറിയുന്നു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്നു. അതുപോലെ തന്നെ ഭയം ഉപയോഗിച്ച് അധികാരം നേടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ സംശയത്തിൽ ഇവിടെ നോക്കിക്കാണേണ്ട ഒരു കാലഘട്ടത്തിലാണ്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ പ്രഘോഷണവും ആഘോഷവുമാണ് ഈസ്റ്റർ എന്ന് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. യേശുക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി ജീവിച്ചു. നമുക്കും അവനോടൊപ്പം മരിക്കുകയും അവനോടൊപ്പം മരണത്തെ പരാജയപ്പെടുത്തി ജീവിക്കുകയും ചെയ്യാം. മരണത്തിന്റെ നിഴൽ വീണ താഴ്വര പോലെ യുദ്ധങ്ങളും വിവിധങ്ങളായിട്ടുള്ള അടിമത്തങ്ങളും സാമൂഹിക വെല്ലുവിളികളും ഒക്കെ നാം നേരിടുമ്പോൾ, അരാജകത്വം നമ്മളെ ചുറ്റും വലയം വയ്ക്കുമ്പോൾ, അവയെയും അതിനപ്പുറത്തുള്ള മരണത്തെയും തോൽപ്പിക്കാൻ കഴിവുള്ളവൻ നമുക്ക് പ്രത്യാശ നൽകുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനമെന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ശാശ്വതമായ വിജയം, അന്തിമമായ വിജയം, അത് നീതിക്കും സത്യത്തിനും നന്മയ്ക്കും ധാർമ്മികതയ്ക്കും പ്രകാശത്തിനുമാണ് എന്ന് അവിടുന്ന് വിജയശീലാളിതനായിട്ട് ഉത്ഥിതനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. തിന്മയ്ക്ക് ഒരിക്കലും ആത്യന്തികമായിട്ടുള്ള വിജയമില്ല. അധാർമികതയ്ക്കും അനീതിക്കും ഇരുട്ടിനും ശാശ്വതമായിട്ടുള്ള വിജയമില്ല. ശാശ്വതമായ വിജയം നീതിക്കും ധാർമ്മികതയ്ക്കും സത്യത്തിനും നന്മയ്ക്കും പ്രകാശത്തിനുമാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുക.
ന്യൂസ് ഡെസ്ക് TCV. ചുവന്ന മണ്ണ് അക്വഡക്റ്റിന് മുകളിലെ സാഹസികതയ്ക്കെതിരെ അപകട മുന്നറിയിപ്പുമായി നാട്ടുകാർ. അക്വഡക്റ്റിന് മുകളിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചു. ദേശീയപാതയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന പീച്ചി കനാലിന്റെ ചുവന്ന മണ്ണ് അക്വഡക്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പ്രചാരം നേടിയതോടെ നൂറുകണക്കിന് പേരാണ് നിത്യവും കനാലിന് മുകളിലെത്തുന്നത്. ഒരു വശത്തു മാത്രം കൈവരികളുള്ള കാര്യമായ സുരക്ഷയില്ലാത്ത കനാൽ ഭാഗത്തുകൂടി ആളുകൾ ഒരുമിച്ച് പോകുന്നതും കനാലിൽ കുളിക്കുന്നതും ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പലതവണ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് അവഗണിച്ച് നിരവധി ആളുകൾ എത്തിയതോടെ പ്രദേശവാസികൾക്കും ശല്യമായി. അക്വഡക്റ്റിന്റെ മുകളിലെ ഭിത്തിയിൽ കൂടി കുട്ടികളും മുതിർന്നവരുമടക്കം യാതൊരു സുരക്ഷയുമില്ലാതെയാണ് നടന്നു പോകുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. അരുൺലാലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രവേശനം നിരോധിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചു. ആളുകളെ തടയാൻ പോലീസിന്റെ സഹായം തേടിയതായും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. BJP പ്രവർത്തകരുടെ ആവേശം വാനോളമുയർത്തി മണലൂർ മണ്ഡലത്തിലെ പാവറട്ടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ റോഡ് ഷോ നടന്നു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോ നടന്നത്. പാവറട്ടി മനപ്പടിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പാവറട്ടി സെന്ററിൽ സമാപിച്ചു. വാദ്യമേള ഘോഷങ്ങളും പൂക്കാവടികളോടും കൂടിയായിരുന്നു റോഡ് ഷോ നടന്നത്. കേന്ദ്രമന്ത്രിയോടൊപ്പം റോഡ് ഷോയിൽ ആയിരക്കണക്കിന് വനിതകളും അണിനിരന്നു. ചലച്ചിത്ര നടൻ ദേവൻ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ഭഗീഷ് പൂരാടൻ, സബീഷ് മരുതിയൂർ, MR വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ LDFും UDFും ചേർന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. FCRA നിയമം വഴി പള്ളികളിലെ പണവും സ്വത്തുക്കളും ഗവൺമെന്റ് പിടിച്ചെടുക്കുമെന്ന നുണക്കഥകൾ പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും മാത്രമേ വോട്ട് ചെയ്യൂ എന്ന ധാരണ തിരുത്തപ്പെടുകയാണ്. താൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ വർഷങ്ങളായി BJPയിൽ സുരക്ഷിതരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDA കൺവീനർ PK മണി അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, സംസ്ഥാന സമിതി അംഗം IN രാജേഷ്, ജില്ലാ സെക്രട്ടറിമാരായ സുഭാഷ് അത്തോർ, വിനയകുമാർ, നിത്യസാഗർ, VC ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. തിരികെ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ റൂറൽ ജില്ലയിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ ചുമതലകൾക്കായി കേന്ദ്രസേനയും രംഗത്തുണ്ടാകും. കൊട്ടിക്കലാശം, തെരഞ്ഞെടുപ്പ് ദിനം, ഫലപ്രഖ്യാപന ദിനം എന്നിവയ്ക്കായി പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലുടനീളം വ്യാപകമായി ഡ്രോൺ നിരീക്ഷണം നടത്തും. നിർഭയമായും സുരക്ഷിതമായും സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ അറിയിച്ചു. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എരുമപ്പെട്ടി ടൗണിൽ പര്യടനം നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും വഴിയാത്രക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. LDF പഞ്ചായത്ത് ചെയർമാൻ TK മനോജ്, കൺവീനർ S. ബസന്തലാൽ, NCP ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ, CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കയ്പമംഗലത്തെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം
LDYF മണ്ഡലം കമ്മിറ്റി റോഡ് ഷോ സംഘടിപ്പിച്ചു. എടത്തിരുത്തി പുളിഞ്ചോട് നിന്നും ആരംഭിച്ച റോഡ് ഷോ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. PH നിയാസ് അധ്യക്ഷനായി. നേതാക്കളായ KA ഷിഹാബ്, TP രഘുനാഥ്, TK സുധീഷ്, AD സുദർശനൻ, VK ജ്യോതിപ്രകാശ്, KS ജയ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് ഷോ അഴീക്കോട് സമാപിച്ചു. UDF വടക്കാഞ്ചേരി സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടൂരിൽ റോഡ് ഷോ നടത്തി. സമാപന യോഗത്തിൽ കേരള കോൺഗ്രസ് പ്രസിഡന്റ് CV കുര്യാക്കോസ്, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഭിലാഷ് പ്രഭാകർ തുടങ്ങിയവർ പങ്കെടുത്തു. മേടപ്പുലരിയിൽ കണികണ്ടുണരാൻ വ്യത്യസ്തവും ആകർഷകവുമായ ഉണ്ണിക്കണ്ണന്മാരെ ഒരുക്കുകയാണ് മറ്റത്തൂർ ചെട്ടിച്ചാലിലുള്ള ശുഭിത പ്രശാന്ത്. അലങ്കാര വസ്തുക്കൾ കൊണ്ട് തീർത്ത കമനീയ രൂപങ്ങളാണ് 37-കാരിയായ ശുഭിതയുടെ കരവിരുതിൽ വിഷുക്കണിയായി മാറുന്നത്. സഹകരണ ബാങ്ക് ജീവനക്കാരിയായ ശുഭിത ഒഴിവു സമയത്താണ് വിഷുക്കണിക്കുള്ള കമനീയ കലാരൂപങ്ങൾ ഒരുക്കുന്നത്. പലപ്പോഴും രാത്രിയിൽ മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചാണ് ഈ കലാരൂപങ്ങൾ തയ്യാറാക്കുക. 1 അടി മുതൽ 6 അടി വരെ ഉയരമുള്ള നെറ്റിപ്പട്ടങ്ങൾ, സ്വീകരണമുറി അലങ്കരിക്കാനും സമ്മാനമായി നൽകാനും അനുയോജ്യമായ വേറിട്ടതും വൈവിധ്യമാർന്നതുമായ കലാരൂപങ്ങൾ എന്നിവയെല്ലാം ഈ യുവതിയുടെ കരവിരുതിൽ രൂപം കൊള്ളുന്നു. ഞാനിപ്പോ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊരു 13 വർഷത്തോളായി. ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. പിന്നെ അത് ആൾക്കാർ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടിട്ട് താല്പര്യം കൊണ്ട് ഒരുപാട് പേര് വരും. നമ്മൾ നെറ്റിപ്പട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നത്. അതിനുശേഷം ഓരോ ട്രെൻഡിനനുസരിച്ച് വരുന്ന അതുകൾ ചെയ്യും. ആലവട്ടം ചെയ്യും. ഇപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് കൃഷ്ണനെ കണിവെക്കാനായിട്ടൊരു തിടമ്പ് പോലെ നമ്മളിത് സെറ്റ് ചെയ്ത് തുടങ്ങിയത്. വിഷുക്കണിക്കായി ഗോളകിയുടെയും കിരീടത്തിന്റെയും ആകൃതിയുള്ള രൂപങ്ങളാണ് ശുഭിത നിർമ്മിക്കുന്നത്. മരക്കട്ടകളിൽ പ്ലൈവുഡ് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാണ് ഇവയുടെ നിർമ്മാണം തുടങ്ങുക. പിന്നീട് വെൽവെറ്റ് കൊണ്ട് പൊതിയും. അതിന്മേൽ മുത്തുകൾ, കുമിളകൾ, നാഗപടം, ചെറിയ പട്ടുകുട എന്നിവ കൊണ്ട് അലങ്കരിച്ച ശേഷം ഫൈബറിൽ നിർമ്മിച്ച ഉണ്ണിക്കണ്ണന്റെ രൂപം ഘടിപ്പിക്കും. 1 അടി മുതൽ 1.5 അടി വരെ ഉയരമുള്ള കൃഷ്ണരൂപങ്ങളാണ് ഇതിൽ വയ്ക്കുന്നത്. ഓരോ വർഷവും വേറിട്ട ഡിസൈനുകളും അലങ്കാര വസ്തുക്കളും ഉപയോഗിച്ചാണ് വിഷുക്കണി ദർശനത്തിനുള്ള രൂപങ്ങളുടെ നിർമ്മാണം. ആകർഷകമായ ഈ രൂപങ്ങൾ വീടുകളിൽ വിഷുക്കണി ഒരുക്കുന്നതിനായി വേണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ എത്തുന്നുണ്ട്. യാത്രയപ്പ് വേളകളിലും വിവാഹം, ജന്മദിനം പോലുള്ള ആഘോഷവേളകളിലും സമ്മാനിക്കാനുള്ള ഉപഹാരങ്ങളും ശുഭിത നിർമ്മിച്ചു നൽകും. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായ ശുഭിത മറ്റത്തൂരിലെ പൊതുപ്രവർത്തകനായ PS പ്രശാന്തിന്റെ ഭാര്യയാണ്. TCV ന്യൂസ്, കൊടകര. നോവലിസ്റ്റും ശാസ്ത്ര സാഹിത്യകാരനും ബാലസാഹിത്യകാരനുമായിരുന്ന ഡോക്ടർ TR ശങ്കുണ്ണി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കേരള കാർഷിക സർവകലാശാല അക്കാദമിക് വിഭാഗം മുൻ സീനിയർ ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന നിലയിലും പ്രവർത്തിച്ചു. 1983 മുതൽ 5 വർഷക്കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൌൺസിൽ അംഗമായിരുന്നു. 6 പോപ്പുലർ സയൻസ് ഗ്രന്ഥങ്ങളും കേരള സാഹിത്യ അക്കാദമി അവാർഡും നാഷണൽ അവാർഡും നേടിയ വായുവിന്റെ കഥ, സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം നേടിയ ഹിതോപദേശ കഥകളടക്കം നിരവധി ബാലസാഹിത്യ ഗ്രന്ഥങ്ങളും ഉറൂബ് അവാർഡ് കരസ്ഥമാക്കിയ വേദസാക്ഷിയടക്കം 15 നോവലുകളും രചിച്ചു. യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു. 1970 ജൂൺ 1-ാം തീയതി ഡോക്ടർ KN പിഷാരടി ചീഫ് എഡിറ്ററും TR ശങ്കുണ്ണി മാനേജിംഗ് എഡിറ്ററുമായി തൃശൂരിൽ നിന്നായിരുന്നു യുറീക്കയുടെ പിറവി. കാറളം സ്വദേശിയായ ഡോക്ടർ ശങ്കുണ്ണി ഏറെക്കാലമായി തൃശൂർ പാട്ടിരാക്കലിലായിരുന്നു താമസം. അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ അഷിത സ്മാരക പുരസ്കാരം തൃശൂരിൽ വിതരണം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ അക്കാദമി മുൻ പ്രസിഡന്റും കവിയുമായ വൈശാഖൻ, മുൻ അക്കാദമി സെക്രട്ടറി KP മോഹനന് അഷിത സ്മാരക അവാർഡ് സമർപ്പിച്ചു. 20,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. അഷിത സ്മാരക സമിതി ചെയർമാനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഉണ്ണി അമ്മയമ്പലം അധ്യക്ഷത വഹിച്ചു. സമിതി രക്ഷാധികാരി ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവ് അഷിത സ്മരണ നടത്തി. പ്രസിഡന്റ് PK റാണി, എഴുത്തുകാരൻ M കുഞ്ഞാപ്പ, VK ഷീന കുളക്കാട്, കണ്ണനുണ്ണി, അവാർഡ് ജേതാവ് KP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കഥാവിഭാഗത്തിൽ മനോജ് ജാദവേദ്, കവിത സാബു കോട്ടുക്കൽ, ജീവചരിത്രം ഡോക്ടർ K ശ്രീകുമാർ, നോവൽ BN റോയ്, ഓർമ്മക്കുറിപ്പ് ബിന്ദു കാന, ബാലസാഹിത്യം P ലളിതാംബിക അന്തർജനം, ബാലപ്രതിഭ CS ഹരികൃഷ്ണൻ, കാവ്യപ്രതിഭ റോയ് പുച്ചേരിൽ, യുവസാഹിത്യ പ്രതിഭാ പുരസ്കാരം J പ്രവീൺകുമാർ എന്നിവരാണ് മറ്റ് പുരസ്കാര ജേതാക്കൾ. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
രണ്ടാനച്ഛനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വടക്കാഞ്ചേരി മംഗലം പീടികയിൽ വീട്ടിൽ ബഷീറിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ബഷീറിന്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൻ വിതുര സ്വദേശി അജ്മൽ മുഹമ്മദാണ് പിടിയിലായത്. അജ്മൽ സ്ഥിരമായി വീട്ടിൽ രാത്രി ഏറെ വൈകി വരുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. വെട്ടുകത്തി ഉപയോഗിച്ച് ബഷീറിന്റെ തലയിൽ വെട്ടുകയായിരുന്നു. വിവരം അറിഞ്ഞ ഉടൻ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റ ബഷീറിനെയും ഭാര്യയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം വീടിന്റെ പരിസരത്ത് ഒളിച്ചിരുന്ന പ്രതി അജ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ PT സൈഫുള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. യാത്രക്കാരിയിൽ നിന്ന് കൃത്യമായ പൈസ ചോദിച്ചുള്ള വൈരാഗ്യത്തിൽ പാലപ്പള്ളിയിൽ സ്വകാര്യ ബസ്സിൽ കയറി യുവാവ് കണ്ടക്ടറെ മർദ്ദിച്ചു. തൃശൂർ പാലപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന സുമംഗലി ബസ്സിലെ കണ്ടക്ടറായ വരന്തരപ്പള്ളി നൂറുകുളം സ്വദേശി കോപ്പാടൻ വീട്ടിൽ ബിബിനാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലപ്പള്ളി എലിക്കോട് സ്വദേശി ജെറിനെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. ഈ മാസം 1-ന് പാലപ്പള്ളി മൈസൂർ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് പാലപ്പള്ളിയിലേക്ക് യാത്ര ചെയ്ത യുവതിയിൽ നിന്ന് കൃത്യം ചാർജായ 35 രൂപ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യുവാവ് ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത്. മൈസൂർ ഗേറ്റിന് സമീപം ബസ് എത്തിയപ്പോൾ യുവാവ് ബസ്സിൽ കയറി അസഭ്യം പറഞ്ഞ് കണ്ടക്ടറെ മുഖത്തും കൈയിലും ഇടിക്കുകയായിരുന്നു. സംഭവത്തിൽ ഒളിവിലായ യുവാവിനു വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. എറണാകുളം CJM കോടതിയാണ് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. രഞ്ജിത്ത് നടത്തിയത് ഗുരുതര കുറ്റകൃത്യമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആരോഗ്യസ്ഥിതി പരിഗണിക്കണമെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. നട്ടലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കരൾ മാറ്റിവെക്കലിന് വിധേയനായ ആളാണെന്നുമായിരുന്നു രഞ്ജിത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദം. തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ തെളിവെടുപ്പുമായിരിക്കും അടുത്ത നടപടി. ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന കാരവാനിലടക്കം എത്തിച്ച് പോലീസ് തെളിവെടുക്കും. കുന്നംകുളത്ത് KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ടാങ്കർ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. മലപ്പുറം മൊറയൂർ സ്വദേശി തിരുവാലിപ്പറമ്പ് വീട്ടിൽ ഷൌക്കത്തിനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഡീലക്സ് ബസും കോഴിക്കോട് ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പാമോയിൽ കയറ്റാനായി പോയ ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ക്യാബിനുള്ളിൽ കുടുങ്ങിയ ടാങ്കർ ലോറി ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി ഏറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ഗീതം സംഗീതം കലാസാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ ദേശീയ അവാർഡ് ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിച്ചു. അയ്യന്തോൾ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ കമൽ നിർവഹിച്ചു. ഗീതം സംഗീതം കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകരായ ഔസേപ്പച്ചൻ, വിദ്യാധരൻ എന്നിവർ മുഖ്യാതിഥികളായി. സംഗീത സംവിധായകൻ മോഹൻ സിത്താരയെ ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, ഗീതം സംഗീതം കലാസാംസ്കാരിക വേദി സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് KS ചിത്ര പാടിയ ഗാനങ്ങളും മോഹൻ സിത്താര ഈണമിട്ട ഗാനങ്ങളും കോർത്തിണക്കിയ സംഗീത സന്ധ്യ അരങ്ങേറി. എന്താണ് സംഭവിച്ചറിയില്ല. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു പോകും, നമുക്ക് കഴിയാതെ വരുന്നു. ആമല്ലൂർ പീപ്പിൾസ് ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ട്രൈലു കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആത്രയ്യ ക്രിക്കറ്റ് അക്കാദമി ജേതാക്കളായി. ട്രൈഡൻ ക്രിക്കറ്റ് അക്കാദമി റണ്ണറപ്പായി. ജേതാക്കൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് K. സതീശൻ, തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇഗ്നി മാത്യു എന്നിവർ ചേർന്ന് സമ്മാന വിതരണം നടത്തി. ആമല്ലൂർ പീപ്പിൾസ് ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് മോഹൻദാസ് T. മേനോൻ, സെക്രട്ടറി അൽജോ, ട്രഷറർ സിനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ഒളരിയിൽ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഭക്ഷ്യക്കിറ്റ് നൽകി BJP വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. LDFന്റെ പരാതിയെ തുടർന്ന് കിറ്റുകൾ വിതരണം ചെയ്തിരുന്ന സൂപ്പർ മാർക്കറ്റ് പോലീസ് അടപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ 18 അടവ് പുറത്തിറക്കി മുന്നണികൾ. FCRA ബില്ലുമായി ബന്ധപ്പെട്ട് ആശങ്കയ്ക്ക് വകയില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നും മന്ത്രി. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജയ്പലിനെതിരെ LDF രംഗത്ത്. UDF സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിലെ അസത്യ പ്രചരണത്തിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. LDFന്റെ അവകാശവാദം തള്ളി രാജൻ ജയ്പലിന്. ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാത്രി ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും നടക്കും. ചുവന്നമണ്ണ് അക്വഡക്റ്റിന് മുകളിലെ സാഹസികതയ്ക്കെതിരെ അപകട മുന്നറിയിപ്പുമായി നാട്ടുകാർ. അക്വഡക്റ്റിന് മുകളിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Pause for a moment. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ, കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ